വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതോടെ കൊല്ലം തുറമുഖ വികസനത്തിന് സാധ്യതയേറുമെന്ന് മുൻ തൊഴിൽ എക്സൈസ് വകുപ്പ് മന്ത്രി പി.കെ. ഗുരുദാസൻ. KGOA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന തുറമുഖ വികസനവും തൊഴിലവസരങ്ങളും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപുലമായ നാവിക വ്യാപാരവും അതിവിശാലമായ കടലും കടൽ തീരവും കപ്പൽ പാതകളും നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിലും അനന്തമായ ഈ മേഖലയിലെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ ഇന്നും വളരെ പിന്നിലാണ്. ലോക ചരക്ക് വ്യാപാരത്തിന്റെ 95% കടൽ മാർഗമാണ് നടക്കുന്നത്. കശുവണ്ടി വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് കൊല്ലം തുറമുഖ വികസനം അനിവാര്യമാണ്. തകർച്ചയിലായ കശുവണ്ടി വ്യവസായത്തെ സംരക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ കർമ്മ പദ്ധതി തയ്യാറാക്കുമ്പോഴും കേന്ദ്ര നിലപാട് അതിന് തടസ്സവുമാണ്. ചെറിയ തുറമുഖമാണെങ്കിൽ പോലും വലിയ കപ്പലുകൾക്ക് കടന്നുവരാൻ തക്ക ആഴം കൊല്ലം തുറമുഖത്തിനുണ്ടെന്നും മുൻമന്ത്രി പി.കെ. ഗുരുദാസൻ പറഞ്ഞു. വളരെ വലിയ കപ്പലുകൾക്ക് വരാൻ തക്ക വിധത്തിലുള്ള ആഴം കൂട്ടാൻ എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. ഇപ്പം തന്നെ 7 മീറ്റർ ഉണ്ട്. ഒരു 20 മീറ്റർ വരെ ആഴം കൂട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെ ഉണ്ട്. അതെല്ലാം ചെയ്യാനും കൊല്ലം തുറമുഖം യാഥാർത്ഥ്യമാക്കാനും വിഴിഞ്ഞം തുറമുഖം ഓണത്തോടുകൂടി കമ്മീഷൻ ചെയ്യുമ്പോൾ അത് തിരുവനന്തപുരം ജില്ലയുടെ വളർച്ചയ്ക്ക് മാത്രമല്ല കേരളത്തിൻ്റെ വളർച്ചയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും വലിയ സഹായകരമായ ഒരു സംഭവമായിരിക്കും എന്നുള്ള കാര്യം തർക്കമറ്റതാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തിച്ചു തുടങ്ങുന്നതോടെ കൊല്ലം തുറമുഖ വികസനം വേഗതയിലാകുമെന്നും പി.കെ. ഗുരുദാസൻ ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ M.A. നാസർ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ഡോക്ടർ S.R. മോഹനചന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി M.N. ശരത്ചന്ദ്രലാൽ എന്നിവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളിൽ മാരിടൈം ബോർഡ് ചെയർമാൻ N.S. പിള്ള, കേരള കാഷ്യൂ ബോർഡ് ചെയർമാൻ അലക്സാണ്ടർ, ബ്ലൂ എക്കോണമി ചെയർമാൻ നാണു വിശ്വനാഥൻ, മറൈൻ പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ഡോക്ടർ അനിൽകുമാർ, കയർ കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ പ്രജീഷ് ജി പണിക്കർ, കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.